എഫ്സ്റ്റീൻ്റെ ഒരു ക്ലോൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയപ്പോഴത്തേന് 19.something K ഫോളോവേഴ്സ് ആയി. ഇപ്പോൾ 95.6K ഫോളോവേഴ്സ് ആയി. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഡിക്റ്റോ സെയിം ഒരമ്മ പറ്റ രണ്ട് മക്കളെന്ന് പറയുള്ളൂ. പാം ബീച്ച് പീറ്റ് എന്ന് പറഞ്ഞ ആൾ ഇത്രയും കൊല്ലം ഉണ്ടായിരുന്നു. ഇയാൾ കഴിഞ്ഞ ദിവസം ജനിച്ച ആളല്ലോ. ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആൾക്കാരോട് പറയുന്നുണ്ട് പുള്ളിക്ക് താമസിക്കാൻ ഏറ്റവും ഇഷ്ടം പാം ബീച്ചിലാണ്. സോ ഗൈസ്, ഒഫീഷ്യലി നമ്മൾ വീണ്ടും ലൈവാണ്. എപ്പിസോഡ് നമ്പർ 12, ലൈവ് നമ്പർ 3. ഏറ്റവും ഫേമസ് ടോപ്പിക്, ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, ഇൻ്റർനാഷണൽ ലെവലിൽ ഫേമസ് ആൻഡ് ആൻഡ് ചില ആൾക്കാരുടെ ഹീറോ ആയിട്ടുള്ള എഫ്സ്റ്റീൻ്റെ ഒരു ക്ലോൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് വരുന്ന റീച്ചും വേറെ ലെവലാണ്. കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ആരോ ഷെയർ ചെയ്തു, ഇത് എഫ്സ്റ്റീൻ ആണെന്ന് വെച്ചിട്ട് വൈശാഖ് ഷെയർ ചെയ്തു ഗ്രൂപ്പിൽ. അപ്പോൾ പുള്ളിക്ക് 3500 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ബൈ ദ ടൈം ഞാനൊരു 24 മണിക്കൂറിനുള്ളിൽ പുള്ളിയുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയപ്പോഴത്തേന് 19.something K ഫോളോവേഴ്സ് ആയി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനൊപ്പം തന്നെ ഞാൻ നോക്കുന്നുണ്ട് എത്ര ഫോളോവേഴ്സ് എന്നുള്ള സംഭവം. ആ ഒരു പേജിന് എനിക്കൊന്ന് 75.something K ആയെന്നാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. പുള്ളിക്ക് ഒറ്റ പേജ് അല്ല, പുള്ളിക്ക് കുറേ പേജ് ഉണ്ട്. ഒത്തിരി പേര് പേജ് തുടങ്ങുന്നുണ്ട്. ഇപ്പം നീ ചുമ്മാ കയറിയിട്ട് പാം ബീച്ച് പീറ്റ് എന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 100-150 പേജ്. അതും വേറെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പേജിനും ഒരു മിനിമം 10K മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ. അതിൽ എന്തൊക്കെയോ ചാലഞ്ച് ഒക്കെ ഇറക്കുന്നുണ്ട്. ഇഫ് ഐ ഹിറ്റ് 100K ഫോളോവേഴ്സ് ഐ വിൽ റിവീൽ ദ ബിഗ്ഗസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി തന്നെ വീഡിയോ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അതിന് ഷൈനുവിൻ്റെ സ്ക്രീൻ കാണിക്കുവാണെങ്കിൽ കാണാൻ പറ്റും 95.6K ഫോളോവേഴ്സായി ഇപ്പോൾ. അപ്പോൾ എനിക്കൊന്ന് എത്ര 48 മണിക്കൂറിനുള്ളിൽ ഞാൻ 48 മണിക്കൂർ നോക്കിയപ്പോൾ 20K ആയിരുന്നു. സോ ബേസിക്കലി അത്രയും റീച്ചാണ്. ഗുഡ് ലുക്കിംഗ് ആളാണ്, അടിപൊളി മുടിയാണ്, ഹെയർ സ്റ്റൈലാണ് ആൻഡ് ബെഞ്ച് ബാഗ് ചെറിയ ക്രഷൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ആൾ. അപ്പോൾ അതിൽ ഞങ്ങളുടെ തോട്ട്സ് വരുന്നുണ്ട്, ഇത് ആക്ച്വലി എഫ്സ്റ്റീൻ ആണോ അതോ, കാര്യം ഇത് അഗൈൻ ഇതിലൊരു സംഭവം ഉള്ളത് എഫ്സ്റ്റീൻ്റെ സെയിം സ്ഥലത്താണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാം ബീച്ചിലാണ് എഫ്സ്റ്റീൻ്റെയും പുള്ളിയുടെയും വീടും സംഭവം ഉള്ളത്. സെയിം സ്ഥലത്താണ് പുള്ളിയുടെയും സംഭവം. പുള്ളിയും എഫ്സ്റ്റീനും ഇവൻ സെയിം റൂമിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പുള്ളിയും പറഞ്ഞിട്ടുണ്ട് എഫ്സ്റ്റീനെ പുള്ളി മീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ അവർ തമ്മിൽ അത്രയും നല്ല ഇൻട്രാക്ഷണൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ചീത്ത ആളായിട്ടാണ് തോന്നിയെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇവർ മീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഷൈനു, ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺസ്പിറസി സംഭവത്തിലുള്ളത്? എനിക്കും സത്യം പറഞ്ഞാൽ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഡിക്റ്റോ സെയിം ഒരമ്മ പറ്റ രണ്ട് മക്കളെന്ന് പറയുള്ളൂ. ഇരട്ട പിള്ളേരെ പോലെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ വേറെ 1-2 ഫോട്ടോ കണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരും പല്ലിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ എല്ലാവരുടെയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇരിക്കുന്നത് രണ്ടുപേരുടെയും. അത് കണ്ടു കഴിഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് ഒന്നാണെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളി അറിഞ്ഞുകൊണ്ട് എന്തിനിങ്ങനെ ഒരു ഇതിലേക്ക് വരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ മറ്റേ റെഫറൻസ് പിക്ചറാണ് പറഞ്ഞത്, ജെഫ്രിയുടെ ഒരു സൈഡിൽ പുള്ളിയുടെ ഒരു സൈഡിൽ എന്നിട്ട് പല്ല് മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടു. വേറൊരു സാധനം അതുപോലെ ഞാൻ കണ്ടായിരുന്നു. പല്ല് മാത്രമല്ല, ഈ തലയുടെ ഇവിടെ 2 പാട്. അത് ഞാൻ പുള്ളി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്തിനാ ഇങ്ങനെ വെളിച്ചത്തേക്ക് വരുന്നത് ഞാൻ ആലോചിക്കുന്നത്. കാരണം പുള്ളിക്കറിയാം പുള്ളി ഇപ്പോൾ പുറത്തുനിന്ന് കഴിഞ്ഞാൽ പുള്ളിയെ എന്തായാലും ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ പുള്ളി മനഃപൂർവ്വം എന്തെങ്കിലും സൈക്കോളജിക്കൽ മൂവ് ഉണ്ടോ, ലൈക്ക് ഞാനിപ്പോൾ പുറത്തു വന്ന ആൾക്കാർ വിശ്വസിക്കത്തില്ല എന്നൊരു വിചാരം പുള്ളിക്കുണ്ടോ? എന്തിനാ പുള്ളി ഇങ്ങനെ കളി കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി അല്ലെങ്കിൽ പിന്നെ. പക്ഷെ നീ എന്ത് റാൻഡം ആയിട്ടാണ് ആലോചിച്ചെങ്കിൽ ഈ പാം ബീച്ച് പീറ്റ് എന്ന് പറഞ്ഞ ആൾ ഇത്രയും കൊല്ലം ഉണ്ടായിരുന്നു. ഇയാൾ കഴിഞ്ഞ ദിവസം ജനിച്ച ആളല്ലോ. പക്ഷെ എന്നാലും നീ പറഞ്ഞ പുള്ളി പാം ബീച്ചിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇയാൾ ഇതിന് മുന്നേ ആൾക്കാർ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇത് പുള്ളി ഭയങ്കര റാൻഡമായിട്ട് ഒരു ദിവസം വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാരൻ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞു ജെഫ്രി മരിച്ചിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ചെറുപ്പകാലത്തെ കുറെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എഫ്സ്റ്റീനുമായിട്ട് വലിയ സാമ്യത. അതാണ് എൻ്റെ ഒരു ഇത് വന്നത്. എനിക്ക് ഇതുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ ഈ ഫോട്ടോ ഇയാളുടെ ഈ ഫോട്ടോ ഉണ്ട്, മുടി വളർത്തിയത് എഫ്സ്റ്റീൻ ഇതുപോലെ ഒരു ഫോട്ടോ ഉണ്ട്. സെയിം ഇതുപോലെ മുടി വളർത്തിയ ഒരു ഫോട്ടോ ഉണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അവനെ അല്ലെ എപ്സ്റ്റീൻ 90s അടിച്ചു നോക്കിയാൽ മതി. ഈ സെയിം പിക്ചർ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ പക്ഷേ ഭയങ്കര ഡബിൾ മൈൻഡാ. ഇത് പക്ഷേ പുള്ളി ഇട്ട ഫോട്ടോ ആണോ അതോ ഇത് ഇയാളുടെ തന്നെ? ഇയാൾ പാം ബീച്ച് പീറ്റ് അയാളുടെ 90s എങ്ങനെയായിരുന്നു ഒരു ഫോട്ടോ അതിനകത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ശരി, അതിനകത്ത് ഒരു എപ്സ്റ്റീൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതിനകത്ത്. പക്ഷെ ബാക്കിയൊന്നും കണ്ടു കഴിഞ്ഞാൽ എപ്സ്റ്റീൻ്റെ ഒരു വലിയ ചായൊന്നും ഇല്ല. മനസ്സിലാവുന്നില്ല. പക്ഷേ അതാ മറ്റേ ഇപ്പൊ നീ കഴിഞ്ഞ ദിവസം ഈ ജിം കാരിക്ക് ഒരു ഇത് വന്നില്ല, ജിം കാരിയെ പോലെ ഒരു ക്ലോൺ ചെയ്ത ആളാ. പക്ഷെ അതും ജിം കാരി ഇതുമില്ല. പക്ഷെ അതൊന്നുമല്ല, നീ ഒന്ന് ഇത് വെച്ച് നോക്കുമ്പോൾ ചാൻസും. പക്ഷേ എനിക്ക് അതിന്റെ വലിയ സൈക്കോളജിക്കൽ എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു ആ ഒരു ഫയൽ ഇറങ്ങിയ ഒരു ഇത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് ആളായിട്ട് ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എഫ്സ്റ്റീനെ കുറിച്ചുള്ള സംസാരം ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ഒന്ന് നോക്കി, ഇപ്പൊ നീ ചുമ്മാ എക്സ് നോക്കിയാലും ഫുള്ള് എപ്സ്റ്റീൻ ആണ്, അല്ലെങ്കിൽ പാം ബീച്ച് പീറ്റ് ആണ്. ഇൻസ്റ്റഗ്രാം നോക്കിയാലും പാം ബീച്ച് പീറ്റ് ആണ്.
പക്ഷേ എനിക്കൊന്നും അന്നേരം റെലവെന്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ടാവില്ല എനിക്ക്. ശരിയാ. അപ്പൊ പുള്ളി ആണെങ്കിൽ പുള്ളി രക്ഷപ്പെട്ടു, പുള്ളിന് വേറൊരു പേര് കിട്ടി, പുള്ളിയുടെ വേറൊരു ലൈഫായി, പുള്ളി ഇനി സുഖമായിട്ട് ജീവിക്കാം പുറത്തിറങ്ങി. അല്ല ഇയാളിപ്പോ എപ്സ്റ്റീൻ ആണെങ്കിൽ ഇയാളെ ചുമ്മാ കസ്റ്റഡിയിലും എടുക്കാൻ പറ്റത്തില്ല. ഇല്ല, കാരണം പുള്ളി വേറെ ആളാ, എപ്സ്റ്റീനാണെന്ന് തെളിയില്ല. എപ്സ്റ്റീൻ ആണെങ്കിൽ അപ്പോൾ പുള്ളി പുറത്ത് വരണമെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാ കാരണങ്ങൾ, എന്തൊക്കെയായിരിക്കും ഒരു 3 കാരണങ്ങൾ? അറ്റൻഷൻ. ഒരെണ്ണം അവൻ പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ പുള്ളി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് വന്ന് എന്നെ ഒന്ന് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം പെട്ടെന്നുണ്ടായി, എപ്സ്റ്റീനെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടു. ഇപ്പം എപ്സ്റ്റീനെ കണ്ടെന്ന് തന്നെ നമുക്കൊരു 100 ന്യൂസ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് UK സ്പോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് മുടി വളർത്തിയിട്ട് ഗ്രീസിൽ കണ്ടെന്ന് ഫോട്ടോ ഒക്കെ അതിൽ എപ്സ്റ്റീൻ തന്നെ, പക്ഷെ ഫുൾ താടിയുണ്ട് മുടിയുണ്ട്, പക്ഷെ മോൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആളത് തന്നെയാണ്. അങ്ങനെ ഒരാളെ സ്പോട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതാ പറഞ്ഞത്, അങ്ങനെ കുറെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് പാം ബീച്ച് ബീറ്റ് പുറത്ത് വരുന്നത്. ഇത് ഒറിജിനൽ ആയത്. സോ അപ്പോൾ എനിക്കറിയില്ല അതെന്താ, ഇനിയിപ്പോൾ ആൾക്കാരെ തലയിലോട്ട് എന്തെങ്കിലും ഒരു സാധനം കയറ്റി വിടാൻ നോക്കുന്നതാണോ? പക്ഷെ ഒരാളെ പോലെ കുറച്ച് പേരുണ്ടാവില്ലേ. ഈ ഇടയ്ക്ക് സ്റ്റീവ് ഹാർവി ഇല്ലേ, അയാളെ പോലെ സിമിലർ ആയിട്ട് ഒരാളുണ്ട്, കണ്ടിട്ടുണ്ടോ? അയാൾ തന്നെ ഉണ്ട്. ഗൂഗിൾ സെർച്ച്, യൂട്യൂബ് സെർച്ച് നോക്കിയാൽ ലോസ്റ്റ് വിൻ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വീഡിയോ ഇട്ടിട്ടുണ്ട്. അയാളെ പോലെ കുറെ പേരുണ്ട്. അയാളുടെ ഷോയ്ക്കകത്ത് ഈ കക്ഷി ആ ഷോയ്ക്കകത്ത് അവൻ അയാള് ഡിറ്റോ അയാളെ പോലെ ഇരിക്കുന്നത്, അയാൾ ട്വിന്നാന്ന് തന്നെ പറയും, അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പോൾ അത്രയും സിമിലർ ആയിട്ടുള്ള ആൾ ഇയാൾ വന്നിട്ട് ഓക്കെ ആ പുള്ളി നോക്കുമ്പോൾ ഞാൻ എപ്സ്റ്റീനെ പോലെ ഇരിക്കുന്നു, എന്നാ ഞാൻ വെച്ചാൽ കളി കളിച്ചാലോ, അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് വൈറലാവാം. ഒരു 10 രാജ്യത്തുനിന്ന് ഇതുവരെ സ്പോട്ട് ചെയ്ത് പറഞ്ഞ ന്യൂസ് വരുന്നു. പിന്നെ ഒരു പാം ബീച്ച് ബീറ്റ് ഉണ്ട്. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഒരു എപ്സ്റ്റീനെ മനഃപൂർവ്വം കണ്ടു കഴിഞ്ഞാലും ആൾക്കാരെ ഇനിയിപ്പോ അതാ ഞാൻ ലേക്കുന്നത്. ഇനിയിപ്പോ പുള്ളി ഉണ്ടെങ്കിൽ തന്നെ പുള്ളി രക്ഷപ്പെട്ടു, കാരണം പുള്ളി മരിച്ചു എന്നായി. ഇനിയിപ്പോ പുള്ളി ജീവനോട് ഉണ്ടെങ്കിൽ തന്നെ അത് വേറെ ആലാന്ന് പറഞ്ഞ് ഇതിപ്പോ ഈ പീറ്റ് ശരിക്കും എപ്സ്റ്റീൻ ആണെങ്കിൽ പോലും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ലുക്ക് മാക്സ് ഒക്കെ ചെയ്തിട്ടേ ഇയാളെ കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞ് ഇയാളിപ്പോ പിടിച്ചു കഴിഞ്ഞാൽ പറയും ഇയാൾ ഇനി പാം ബീച്ച് പീറ്റ് ആണോ അതോ ഇനി എപ്സ്റ്റീൻ ആണോ? അതാ പറഞ്ഞ പുള്ളി എനിക്കൊന്ന് സേഫ് ആയെന്ന് തോന്നുന്നു. ഇനിയും ഒരു തരത്തിലും പുള്ളിയെ ആണെങ്കിൽ തന്നെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തിനാണ് ഫ്ലോറിഡയിൽ തന്നെ പുള്ളി നിൽക്കുന്ന കാര്യം. ഫ്ലോറിഡ, പാം ബീച്ച് എല്ലാം ഇല്ലെങ്കിൽ സിസ്റ്റത്തിന് മിഡിൽ ഫിംഗർ കാണിക്കുന്ന പോലെ ഓക്കെ ഇവിടെ തന്നെ എൻ്റെ സ്ഥലത്ത് തന്നെ നിൽക്കും, എൻ്റെ വീടിനടുത്ത് തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ പിന്നിൽ. നമ്മുടെ കൺമുമ്പ് വെച്ച് നമ്മളൊരു കാര്യം ചെയ്തതിന് നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ പിന്നിലെ ഒരു സൈക്കോളജി. അതാണ് നമ്മുടെ മുമ്പിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളേക്കും അയാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമോ, അങ്ങനെ നമുക്ക് ഡബിൾ മൈൻഡ് വരും. നമ്മളൊരു ഡൈലമേലാവും. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സൈക്കോളജിക്കൽ സാധനം. ഫ്ലോറിഡ മാത്രമല്ല, പുള്ളി ന്യൂയോർക്കിലുണ്ടായിരുന്ന സമയത്ത് പാം ബീച്ച് ബീറ്റ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഫ്ലോറിഡയ്ക്ക് വരുന്നതിന് മുന്നേ എപ്സ്റ്റീൻ ന്യൂയോർക്കിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ ഈ പുള്ളി ന്യൂയോർക്കിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഫ്ലോറിഡയ്ക്ക് മാറി. സോ അപ്പോൾ ആ മാറിയ സമയത്ത് തന്നെയാണ് ഇയാളും ഫ്ലോറിഡയ്ക്ക് മാറി പാം ബീച്ചിലോട്ട് വരുന്നത്. പിന്നെ അതുമാത്രമല്ല, എപ്സ്റ്റീൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് താമസിക്കാൻ ഏറ്റവും ഇഷ്ടം പാം ബീച്ചിലാന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇയാള് പാം ബീച്ച് ബീറ്റ് എന്നുള്ള പേര് വന്നപ്പോൾ നോക്കിയപ്പോൾ ഇയാളും പാം ബീച്ചിൽ താമസിക്കുന്നത്. അതുപോലെ ഇയാളുടെ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത് സെയിം ബാക്ക്ഗ്രൗണ്ട് എപ്സ്റ്റീൻ്റെ അതൊക്കെ വീഡിയോസിലും ഉണ്ട്. ഇപ്പോൾ ഈ പാം ബീച്ച് ബീറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആ വീഡിയോസ് ഫുള്ള് കുറേ സിമിലർ ബാക്ക്ഗ്രൗണ്ട്, വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. അത് സെയിം എന്താ പറയാ, ബംഗ്ലാവ് എന്താ പറയാ, എസ്റ്റേറ്റോ മാൻഷനോ. ഈവൻ ഈ പുള്ളി ഒരു ഇന്റർവ്യൂവിന് പോയി, ഈ പുള്ളിയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോഡ്കാസ്റ്റ് പോയി പുള്ളി. സോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളി കാണിക്കുന്ന കുറേ മാനറിസം എപ്സ്റ്റീൻ്റെ പോലെ തന്നെയാണ്. ഈ ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഈവൻ ഒരു പോസ് വരുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് തന്നെ കുറച്ച് മുന്നേ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം തെറ്റുപറ്റി. അതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ എപ്സ്റ്റീൻ ഒരു പോസ് ഇടും, എന്നിട്ട് പുള്ളി ആ വേർഡ് പറയുള്ളൂ. സോ അപ്പോൾ അതുപോലെ ഈ പുള്ളി അതൊക്കെ കാണിച്ച് റെഫറൻസ് കാണിക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞാൽ ആൾക്കാരിപ്പോൾ ഇങ്ങനെ ഇരുന്നങ്ങ് ചെക്ക് ചെയ്യുക അതിനകത്തോട്ട്. അപ്പോൾ ഇതുപോലെ 100 കോൺട്രവേഴ്സി വരും. അപ്പം പിന്നെ എല്ലാവരും തലയിൽ ഒരു ക്ലൗഡായിരിക്കും, എന്താ ഇത്, അതാണോ ഇതാണോ അറിയത്തില്ല. സോ അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എപ്സ്റ്റീൻ ജീവനോടുണ്ടെങ്കിൽ പുള്ളി ആ സമയത്ത് റോട്ടിൽ കൂടെ ഒരു പേടിയില്ലാണ്ട് ഇറങ്ങി നടക്കും. പക്ഷെ ഒരു DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ പറ്റൂലേ? ഫിംഗർ പ്രിന്റ് ചുമ്മാ എനിക്കറിയില്ല അതിന്റെ പുറകിലെ ലീഗൽ എന്താണ്. ചുമ്മാ ഒരാളെ ഒരു മനുഷ്യനെ നമുക്ക് അങ്ങനെ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു പുള്ളി ജയിലിൽ കിടന്ന ഒരാൾ പുറത്ത് വരാനുള്ള അത്രയും പവർ പുള്ളിക്ക് ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഇനി DNA ടെസ്റ്റ് ചെയ്താലും പുള്ളിക്ക് അതിന് എന്തായാലും, കാരണം പുള്ളി ഇപ്പോൾ പുള്ളി എന്തായാലും കുടുങ്ങത്തില്ല, 100% ഉറപ്പാണ്. കുടുങ്ങത്തില്ല. പുള്ളിയുടെ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിപ്പോൾ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഒരു ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫുള്ള് പുള്ളിയുടെ റെക്കോർഡുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഫേക്ക് ഉണ്ടായിരിക്കും പുള്ളിയുടെ. പുള്ളീനെ ഇനി പ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് പുള്ളിയുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി ഇപ്പോൾ അവിടെ നിന്ന് പുള്ളി സൂസൈഡ് ചെയ്തു എന്നും പറഞ്ഞ് ഇവിടെ പുറത്തെത്തിയെങ്കിൽ പുള്ളിക്ക് എന്ത് പവർ ഉണ്ടായിരിക്കണം? പുള്ളിക്ക് പവർ ഉണ്ടെന്ന് പുള്ളീനെ പിടിക്കാൻ ഇനി ആർക്കും പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും പുള്ളി ഇപ്പോൾ വരുന്നത് പുറത്ത്. പിന്നെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ അതിൽ ആൾക്കാർ പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല. അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു
അതിനുവേണ്ടി ചിലപ്പോൾ പുള്ളി പുറത്തേക്ക് വന്നായിരിക്കും. പിന്നെ ആ വീഡിയോയിൽ മെയിൻ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ആദ്യത്തെ ക്ലിപ്പിൽ ഫുള്ള് ജെഫ്രി പോലെ ഇരുന്നത് എന്ന് വെച്ചാൽ അതില് ഫുള്ള് അതേപോലെ ഇരിക്കണേ. പക്ഷെ ഇപ്പോ എന്നൊക്കെ വെച്ചാൽ പുള്ളി കുറച്ചുകൂടി ഒന്ന് ആക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പുള്ളി റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ പക്ക ജെഫ്രി എപ്സ്റ്റീൻ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ പുള്ളി കുറച്ചുകൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇവൻ ഏതാന്ന് ഓർത്തു. പക്ഷെ ഫസ്റ്റ് വീഡിയോയിൽ പുള്ളി ഫുള്ള് റിലാക്സ് ആയിട്ടായിരുന്നു. ഒരു പെണ്ണ് പുള്ളീനെ സൈഡിൽ നിന്ന് റെക്കോർഡ് ചെയ്യുക. പുള്ളി ഇതേ സെയിം വണ്ടി, റൂഫില്ലാത്ത വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക BMW. അപ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ പാം ബീച്ച് അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ പുള്ളി ചോദിച്ചു ഹൗ ഓൾഡ് ആർ യു? ആ പെണ്ണിൻ്റെ അടുത്ത്. ആ പെണ്ണ് 40 വയസ്സെന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് നോട്ട് ഇൻട്രസ്റ്റഡ്. അത് ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ച് അത് ജസ്റ്റ് ഒരു ഹായ് ഹലോ പറഞ്ഞപ്പോൾ തന്നെ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചപ്പോൾ അതിൽ എന്തോ ഒരു വന്നാന്ന് എനിക്ക് തോന്നുന്നു, നാച്ചുറലായിട്ട് വന്നത്. ക്ലിക്ക് ഇട്ടതാണ്. പുള്ളിയാണെങ്കിലും പുള്ളിക്ക് ഇപ്പൊ പുള്ളിക്ക് ഇത്ര റിലവൻസ് കിട്ടണമെങ്കിൽ പുള്ളി ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യണമല്ലോ. അപ്പൊ പുള്ളി ഇതല്ലെങ്കിൽ പുള്ളി റിയൽ എസ്റ്റേറ്റ് എന്നായിരുന്നു പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പുള്ളിക്ക് ഫേമസ് ആവണമെങ്കിൽ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും കിട്ടും. ജസ്റ്റ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഇട്ട് നോക്കുക. മാക്സിമം ജെഫ്രി എപ്സ്റ്റീനായിട്ടൊന്ന് ആക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പോഡ്കാസ്റ്റിലൊക്കെ പുള്ളിനെ വിളിക്കുന്നു, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ബൂം ചെയ്യുന്നു. പുള്ളിക്ക് എന്തെങ്കിലും സാധനം സെല് ചെയ്യണമെങ്കിൽ അത് സെല് ചെയ്യും. മേ ബി ഒരു ടീഷർട്ട് ഇറക്കും ഐ ആം നോട്ട് ജെഫ്രി എപ്സ്റ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കൾച്ചർ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഇറക്കി സത്യം പറഞ്ഞാൽ അതുകൊണ്ടല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ പുള്ളി സത്യം പറഞ്ഞാൽ ഞാനൊരു സീക്രട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കും പുള്ളി അന്നത്തെ ദിവസം ജെപ്സ്റ്റീനാന്ന് പറയുമായിരിക്കും, കുറേ പേര് വിചാരിക്കും. ചുമ്മാ ത്രെഡ് ഇടുന്ന പോലെ ഉണ്ട്, ബെയിറ്റ് ഇടുന്ന പോലെ ഉണ്ട്. എന്റെ വീഡിയോക്ക് ഇത്ര റീച്ച് കിട്ടുവാണെങ്കിൽ ഞാനൊരു ടോപ്പ് സീക്രട്ട് പറയാം. കാരണം പുള്ളി അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സംഭവങ്ങളും പുള്ളിക്ക് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ആണെങ്കിൽ എപ്സ്റ്റീൻ സിസ്റ്റത്തിന് ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിക്കുക. ഞാൻ മരിച്ചിട്ടില്ല, ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് ജീവിക്കുന്നുണ്ട്, പ്ലസ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ജീവിക്കും, പ്ലസ് ഞാൻ നിങ്ങളെ ട്രോൾ ചെയ്യും, ഞാൻ എപ്സ്റ്റീനാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ വേറൊരു രീതിയിൽ ഞാൻ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ പാം ബീച്ച് ബീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ 1-2 പേരുണ്ട്. അത് ഇയാളെ പോലെ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കിളവനുണ്ട്, ഒരുത്തരുണ്ട്. കിളവൻ മാത്രമല്ല, ഇവൻ ഒരു ബ്ലാക്ക് പുള്ളിയുണ്ട്. ഇയാള് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പ്രൊഫൈലില് ഇയാളൊരു പാം ബീച്ച് ഫോളോവേഴ്സ് വരുന്നുണ്ട്. ഈ കാണുന്ന ആളും പാം ബീച്ച് ബീറ്റാ. പക്ഷെ ഇയാളെ ഇപ്പൊ എനിക്കറിയത്തില്ല ഇയാളിപ്പോ എവിടെയാന്ന്. ഈ കാണുന്ന ആള് പാം ബീച്ച് ബീറ്റ് തന്നെയാ. അപ്പൊ ഈ കക്ഷി ഇപ്പൊ ഇല്ല. ഇപ്പൊ എപ്സ്റ്റീനെ പോലെ ഇരിക്കുന്നവരാണ് ഇപ്പോഴത്തെ പാം ബീച്ച് ബീറ്റ്. കാൻഡസ് ഓവൻസ് ഒന്നും ഇറങ്ങിയില്ല ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനായിട്ട്. കാൻഡസ് ചാർലിയുടെ കൊന്ന ആളെ കണ്ടുപിടിക്കാനുള്ള കാൻഡസ്. അതിന്റെ നല്ല രീതിയിൽ എത്തുന്നുണ്ട്. പറയുന്നുണ്ട്. പക്ഷെ പൊട്ടിച്ചല്ല, എത്ര പൊട്ടിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ചാറ്റിന്റെ ഇതാണോ, വാട്സ്ആപ്പ് ചാറ്റും പുള്ളി മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഇരിക്കയുടെ ചാറ്റും ഒക്കെ പുറത്തു വന്നു. അതൊക്കെ വേറെ ഇതുവരെയായിട്ടും കൺവിൻസിംഗ് ആയിട്ടൊന്നും പുള്ളിക്കാരുടെ കിട്ടിയില്ല. എനിക്കും പുള്ളിക്കാരുടെ ആകെ കൺവിൻസിംഗ് ആയിട്ട് വന്നത് പുള്ളിക്കാരുടെ ഷോയിൽ ആരോ പോയാറില്ല, ആരോ പോയി. പക്ഷെ അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻടു എനി കോൺട്രവേഴ്സീസ് ബട്ട് എറിക്കയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഷീ ഡിഡ് ഇറ്റ്. മറ്റേ പുള്ളി പേരെന്തായിരുന്നു? അതൊരു നല്ല അയാളും അടിപൊളി മനുഷ്യനാണ്. പക്ഷെ അത് 100% ഉറപ്പല്ലേ. പുള്ളിക്കാരി കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ എന്തുവാണ് അതൊക്കെ മനസ്സിലാവണം. കുറച്ച് ലക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഓക്കെ. ഓക്കെ, അപ്പോൾ പീറ്റിൻ്റെ ഇത്ര എനിക്കൊന്നും ഉണ്ടാവത്തുള്ളൂ. പീറ്റിൻ്റെ ഇത്ര ആംഗിൾസ് ഉണ്ട്. അപ്പോൾ കണ്ടറിയാം. ഇത് എവിടെയും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് പുള്ളി ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്ന മിക്കവാറും പുള്ളിയല്ല. എനിക്കൊന്നൊരു 90% പുള്ളി അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇല്ലെങ്കിൽ കാര്യം അഗൈൻ ഇത്രയും ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷനും ജേർണലിസ്റ്റും ഒക്കെ ഉള്ള സമയത്ത് ഇത്രയും പുള്ളിയുടെ ബാക്കിലേക്ക് നോക്കാനായിട്ടുള്ള ഹിസ്റ്ററി പുള്ളി അത്രയും സോളിഡിഫൈഡ് ആയിരിക്കണം. പുള്ളിയുടെ ചൈൽഡ്ഹുഡ് അത് ഇത് ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിസർച്ച് ചെയ്യും. കാര്യം ആൾക്കാർക്ക് വേറെ പറഞ്ഞില്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർ നോക്കും, പുള്ളി 16-ാം വയസ്സിൽ എന്താ ചെയ്ത്, 18-ാം വയസ്സ്, 19-ാം വയസ്സ്, 20-ാം വയസ്സിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു തുടങ്ങി അത്രയും കോൺട്രിബ്യൂഷൻ സംഭവങ്ങളൊക്കെ വരും. പക്ഷെ ആ പുള്ളി അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പുള്ളിയാണെങ്കിൽ പുള്ളിക്ക് ഇത്രയൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടായിരിക്കില്ലേ പുള്ളി മീഡിയയിലേക്ക് വന്നത്. അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പുള്ളി അൾട്ടിമേറ്റ് മിഡിൽ ഫിംഗർ. കാരണം പുള്ളി ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ പുള്ളിയായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് കണ്ടിട്ടുണ്ട്, ഒരേ സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ത് വലിയ കോയിൻസിഡൻസ്, രണ്ടുപേരും ഒരേപോലെ ഇരിക്കണവര് കണ്ടിട്ടുണ്ടെന്ന്. എന്നാൽ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇന്ന് വരെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഒരു സുപ്രഭാതത്ത് വെക്കുന്ന പുള്ളീനെ സ്പോട്ട് ചെയ്തു. അതും പുള്ളി അറിഞ്ഞുകൊണ്ട്. പുള്ളിക്ക് വേണമെങ്കിൽ ഇച്ചിരി പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാനാണെങ്കിൽ പുള്ളി വേണമെങ്കിൽ സാധാ വണ്ടിയിൽ പോയായിരുന്നു. പുള്ളി റൂഫില്ലാത്ത വണ്ടിയിൽ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ ശരിക്കും ഉണ്ടായിരുന്നത്
പാം ബീച്ച് ബി എന്ന് പറഞ്ഞിട്ട് ആള് പുള്ളിനെ പോലെ ഇടുന്ന ആളുണ്ടായിരുന്നു. ബട്ട് ദെൻ അന്ന് മരിച്ച പുള്ളിയായിരുന്നെങ്കിൽ പറയാൻ പറ്റത്തില്ല. വേറൊരു ചാൻസ് പാം ബീച്ച് ബീറ്റിനെ അന്ന് പൊക്കിക്കൊണ്ടുപോയി. പാം ബീച്ച് ബീറ്റ് ആയിരുന്നു ശരിയാ. കാരണം ഈ അക്കൗണ്ട് മാർച്ച് 2026 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ 93.k ഉള്ള അതിപ്പോ സ്റ്റാർട്ട് ചെയ്തല്ലോ. അതിന്റെ പുതിയ അക്കൗണ്ട് അത്. പാം ബീച്ച് ബി പണ്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ പാം ബീച്ച് ബീനെ തട്ടിക്കളഞ്ഞു ഉഷി ജെഫ്രി. ഓക്കെ പുതിയ കോൺട്രവേഴ്സി വൈറ്റ് ഹൗസിന്റെ അടിയിലാണ് എന്താ ദൃശ്യ സിനിമയാ അത് ദൃശ്യം ഉദ്ദേശിച്ചത്. വൈറ്റ് ഹൗസിന്റെ അടി കൊണ്ട് കുഴിച്ചിട്ട് വൈറ്റ് ഹൗസ് പൊളിക്കാണ്ട് ബോഡി കിട്ടത്തില്ല പാം ബീച്ച് ബീച്ചിന്റെ. സോ ദാറ്റ് ബീങ് സെഡ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് ഇനിയും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നുണ്ടാവും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ. ഔട്ടർ അടിക്കാൻ മെടുക്കർമാർക്കെടുത്ത് ലൈവ് പോകുന്നത്. ടേക്ക് കെയർ, ബൈ. ഭാരത് മാതാ കി ജയ്. പക്ഷെ അതിപ്പോ ലൈവില് വരുമ്പോ അത് ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, ഈ പറഞ്ഞതുപോലെ തന്നെ ഔട്ടർ അടിക്കണം പറയണം. ലൈവിലല്ലേ